എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് ലൈനിങ് തുണിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ മടക്കിയെടുക്കുക. ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കുക. ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടത് 10 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 5 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കാം. ഇങ്ങോട്ട് കുഴിച്ച് കട്ട് ചെയ്യാൻ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതും ഇതേപോലെ നേരെ വരച്ചെടുക്കുക. ആം ഹോൾ 7 ഇഞ്ചാണ്, അതൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. നേരെ മുകളിലേക്ക് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക. നേരെ അത് തിരിച്ച് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്ലീവ് റൗണ്ട് 9.5 ഇഞ്ചാണ്. 4.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇടുക. ഇനി നിവർത്തി വെച്ചിട്ട് ഇവിടെ കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. ഇങ്ങനെ 4 മടക്കി എടുക്കുക. ഇനി ഇതൊപ്പം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് അരച്ചിൽ ആദ്യം ഒരു തൈലിടാം. ഇനി ഒരു മേൽത്തൈലിടാം. അതിനുശേഷം ഇവിടെ ഒരു ലോങ് തൈലിടാം. അത് പിന്നീട് നമുക്ക് അയൺ ചെയ്തിട്ട് അഴിച്ചു കളയാവുന്നുള്ളൂ. ഇനി ഇതിനൊപ്പം വെച്ച് അടിക്കാം. ഇനി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇതുവരേക്ക് ഞെറിയിടുക. അത് വന്നിട്ട് ഇതുപോലെ ഇതുവരേക്ക് ഇടുക. ഇതുപോലെ ഇങ്ങോട്ട് ഇടുക. 6 ഞെറി ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടാണ് ഇടേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ 6 ഞെറിയിടുക. ഇതേപോലെ 2 സൈഡിലും ഞെറിയിടുക. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.